ഹലോ എവരിവൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ ഇൻട്രഡക്ഷൻ ടു മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്തിൽ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ സെക്ഷൻ എ, സെക്ഷൻ ബി എന്ന് പറയുന്ന രണ്ട് സെക്ഷനുകളിലായിട്ട് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സുകളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് ബിയിൽ സെഷൻ സിയും സെഷൻ ഡിയും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായിട്ട് പാർട്ട് എയിൽ 1 മാർക്കിനുള്ള ചോദ്യങ്ങളാണ് ഉണ്ടായിരിക്കുക. 1 മാർക്കിന്റെ ചോദ്യത്തിൽ ഫസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യം ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ എ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, രണ്ടാമത്തത് നെയിം എനി വൺ കമ്മ്യൂണിക്കേഷൻ ബാരിയർ, അതായത് ഏതെങ്കിലും ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സിനെ കുറിച്ചിട്ടാണ്. ലാംഗ്വേജ് ബാരിയേഴ്സ്, ലിംഗ്വിസ്റ്റിക് ബാരിയേഴ്സ് തുടങ്ങിയിട്ടുള്ള ബാരിയേഴ്സിനെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു ബാരിയറിനെ കുറിച്ചിട്ട് എഴുതാം. കമ്മ്യൂണിക്കേഷൻ ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്ന തടസ്സങ്ങളെയാണ് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വാട്ട് ഡസ് AM സ്റ്റാൻഡ് ഫോർ ഇൻ റേഡിയോ? റേഡിയോയില് AM എന്ന് പറയുന്നതിനെ കുറിച്ച് എന്താണ് അതിന്റെ ഫുൾ ഫോം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ എന്നുള്ളതാണ്. അത് നമുക്ക് FM എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് വിച്ച് തിയറി സജസ്റ്റ് ദാറ്റ് വ്യൂവേഴ്സ് ആക്സെപ്റ്റ് മീഡിയ മെസ്സേജസ് ആസ് ഇറ്റ് ഈസ് ലൈക്ക് എ ബുള്ളറ്റ് ഷോട്ട് ഫ്രോം എ ഗൺ എന്നുള്ളതാണ്. അതായത് ഒരു വ്യൂവേഴ്സ്, ഒരു ഓഡിയൻസുകൾ ഒരു മീഡിയ നൽകുന്ന ഒരു മെസ്സേജുകൾ ഒരു ബുള്ളറ്റിന് പോലെ പെട്ടെന്ന് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന തിയറി ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിനെ മാജിക് ബുള്ളറ്റ് തിയറി എന്നാണ് വിളിക്കാറുള്ളത്. അതുപോലെ തന്നെ അതിനെ ഹൈപ്പോഡെർമിക് നീഡിൽ തിയറി എന്ന് പറയുന്ന പേരിലും വിളിക്കാറുണ്ട്. അടുത്തത് 5th ക്വസ്റ്റ്യൻ ആണ്. ഹു ഇസ് ദ ഓതർ ഓഫ് ദ ബുക്ക് പോയിറ്റിക്സ്? പോയിറ്റിക്സ് എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ബുക്കിന്റെ ഓതർ ആരാന്നാണ് ചോദിച്ചിട്ടുള്ളത്. അരിസ്റ്റോട്ടിലാണ് ഇതിന്റെ ഓതർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ഫീഡ്ബാക്ക് ഇൻ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു ഫീഡ്ബാക്ക് ചെയ്യുന്ന സമയത്ത് അതിനുള്ള ഒരു എക്സാമ്പിൾ എഴുതുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. എക്സാമ്പിൾ ആയിട്ട് ഇവിടെ നമുക്ക് കൊടുക്കാവുന്ന നോഡിങ് ഇൻ എഗ്രിമെന്റ് എന്നുള്ളതാണ്. അതായത് അനുമതിക്ക് വേണ്ടിയിട്ട് നമ്മൾ തലയാട്ടുക അല്ലെങ്കിൽ അനുമതി നൽകുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാള് ഒരു കാര്യം ചോദിച്ചതിന് ഓക്കെ ഞാൻ എഗ്രി ചെയ്യുന്നു, അനുവാദം നൽകുന്നു എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് ആ കമ്മ്യൂണിക്കേഷന്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. അടുത്ത 7th ക്വസ്റ്റ്യൻ എക്സ്പാൻഡ് ICT എന്ന് പറയുന്നത് അതിന്റെ ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ്. ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നുള്ളതാണ് ICTയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അടുത്തത് ഹു സജസ്റ്റഡ് നാർക്കോട്ടൈസിങ് ആസ് എ ഡൈസ്ഫങ്ഷൻ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ? മാസ് കമ്മ്യൂണിക്കേഷന്റെ ഒരു ഡൈസ്ഫങ്ഷൻ ആയിട്ട് നാർക്കോട്ടൈസിനെ സജസ്റ്റ് ചെയ്തത് ആരാണ് എന്നുള്ളതാണ്. പോൾ ലാസ്ഫെൽഡും റോബർട്ട് മെർട്ടണും ആണ് ഇത് സജസ്റ്റ് ചെയ്തിട്ടുള്ളത്. അടുത്തത് 9th ക്വസ്റ്റ്യൻ ആണ്. ഹു ഇസ് ദ ഓതർ ഓഫ് ദ ബുക്ക് അരിയോപാഗറ്റിക്ക എന്ന് പറയുന്ന പുസ്തകത്തിന്റെ ഓതർ ആരാണെന്നുള്ളതാണ്. ജോൺ മിൽട്ടൺ ആണ് അതിന്റെ ഓതർ എന്ന് പറയുന്നത്. അടുത്തത് ഹു ഇസ് കൺസിഡർഡ് ആസ് ദ ഇൻവെന്റർ ഓഫ് മോഡേൺ പ്രിന്റിംഗ് ടെക്നോളജി? മോഡേൺ പ്രിന്റിംഗ് ടെക്നോളജിയുടെ ഇൻവെന്റർ, അതായത് കൊണ്ടുവന്ന വ്യക്തി ആരാണ് എന്നുള്ളതാണ്, കണ്ടുപിടിച്ച വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ജോഹാനസ് ഗുട്ടൻബർഗ് എന്നുള്ളതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഗുട്ടൻബർഗ് പ്രസ് എന്ന് പറയുന്ന പേരിലും ഇത് അറിയപ്പെടാറുണ്ട്. ഓക്കെ, അടുത്തത് നമ്മൾ 11th ക്വസ്റ്റ്യനിലോട്ടാണ് പോകുന്നത്. നെയിം ദ ഓൾഡസ്റ്റ് പ്രിന്റഡ് ബുക്ക് ഐഡന്റിഫൈ ദ ആർക്കിയോളജിസ്റ്റ്? ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള പ്രിന്റഡ് ബുക്ക് ഏതാണ് എന്നുള്ളതാണ്. ദ ഡയമണ്ട് സൂത്ര എന്നുള്ളതാണ് ആർക്കിയോളജിസ്റ്റുകൾ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത്. അടുത്തത് എക്സ്പാൻഡ് SMCR എന്നുള്ളതാണ്. അതായത് SMCR എന്നുള്ളതിന് അതിന്റെ ഫുൾ എന്താണ് എന്നുള്ളതാണ്, ഫുൾ ഫോം എന്താണ് എന്നുള്ളതാണ്. സോഴ്സ് മെസ്സേജ് ചാനൽ റിസീവർ എന്നുള്ളതാണ് SMCR മോഡലിന്റെ ഒരു എക്സ്പാൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അടുത്തത് ഹു ഡെവലപ്ഡ് ഫ്രെയിം അനാലിസിസ്? ഫ്രെയിം അനാലിസിസ് ആരാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ളതാണ്. എർവിങ് ഗോഫ്മാൻ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ 14th ക്വസ്റ്റ്യൻ. നെയിം ദ തിയറി ഡെവലപ്ഡ് ബൈ MC Combs ആൻഡ് ഷോ ദാറ്റ് സജസ്റ്റ് മീഡിയ ഷേപ്പ് പബ്ലിക് പെർസെപ്ഷൻ ബൈ ഡിറ്റർമൈനിങ് വാട്ട് ടോപ്പിക്സ് ആർ ഇമ്പോർട്ടൻറ്റ്? അതായത് മീഡിയാസ് ഷേപ്പ് ചെയ്യുന്ന, അതായത് മീഡിയാസ് ഏത് ടോപ്പിക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മീഡിയ ഷേപ്പ് ചെയ്യുന്ന തിയറി സജസ്റ്റ് ചെയ്തിട്ടുള്ള MC Combs ഷോ ആണ്. അപ്പൊ ആ തിയറിയുടെ പേരെന്താണ് എന്നുള്ളതാണ്. ആ തിയറിയുടെ പേരെന്ന് പറയുന്നത് അജണ്ട സെറ്റിംഗ് തിയറി എന്നുള്ളതാണ്. അടുത്ത 15th ക്വസ്റ്റ്യൻ ആണ്.
ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ചാനൽ ഇൻ കമ്മ്യൂണിക്കേഷൻ. അതായത് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൽ ചാനൽ എന്ന് പറയുന്ന പ്രോസസ്സിന് ഒരു എക്സാമ്പിൾ എഴുതുക എന്നുള്ളതാണ്. ടെലിവിഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം, മൊബൈൽ ഫോണും ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എടുക്കാം. അടുത്തത് 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹു ഇസ് എ സെൻഡർ? ആരാണ് സെൻഡർ എന്നുള്ളതാണ് ചോദ്യം. എ പേഴ്സൺ ഓർ എൻറ്റിറ്റി ദാറ്റ് ഇനീഷ്യേറ്റ് എ മെസ്സേജ് ഇൻ കമ്മ്യൂണിക്കേഷൻ. ഒരു മെസ്സേജ് നൽകുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ആളുകളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? സെൻഡർ എന്ന് വിളിക്കുന്നത്. അടുത്തത് എമംഗ് പെർസ്യൂഷൻ ആൻഡ് പ്രൊപ്പഗാൻഡ വിച്ച് ഹാസ് എ പോസിറ്റീവ് കൊണോട്ടേഷൻ ഓഫ് ഫെയർനെസ് ആൻഡ് ഓപ്പണൻസ്. അതായത് ഫെയർനെസ് ഓപ്പണൻസിനും ഏറ്റവും കൂടുതൽ വരുന്ന പോസിറ്റീവായിട്ട് കൊണോട്ടേഷൻ കൊടുക്കുന്ന ഇത് പെർസ്യൂഷനിലും പ്രൊപ്പഗാൻഡയിലും വെച്ചിട്ട് ഏതിനാണ് കൂടുതലായിട്ട് അത് ഇമ്പോർട്ടൻറ്റ് പോസിറ്റീവായിട്ട് നൽകുന്നത് എന്നുള്ളതാണ്. അതായത് ഫെയർനെസ്സും ഓപ്പണൻസും പെർസ്യൂഷനിലാണ്, പ്രൊപ്പഗാൻഡയ്ക്കാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നൽകുന്നത്. പെർസ്യൂഷനാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ട് നൽകുന്നത്. അടുത്തത് വാട്ട് വാസ് ദ ഫസ്റ്റ് പ്രൈവറ്റ് ടെലിവിഷൻ ചാനൽ ടു സ്റ്റാർട്ട് ഇറ്റ്സ് ഓപ്പറേഷൻ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് ടെലിവിഷൻ ചാനൽ അത് ഓപ്പറേഷൻ നടത്തിയിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ള പ്രൈവറ്റ് ടെലിവിഷൻ ചാനൽ ഏതാണെന്നുള്ളതാണ് ചോദ്യം. ZTV ആണ് ആദ്യമായിട്ട് പ്രൈവറ്റ് ആയിട്ടുള്ള സംപ്രേഷണം ആരംഭിക്കുന്നത്. അടുത്തത് റൈറ്റ് എ പോസിറ്റീവ് ഇമ്പാക്ട് ഓഫ് മീഡിയ ഗ്ലോബലൈസേഷൻ ഓൺ സൊസൈറ്റി. അതായത് മീഡിയ ഗ്ലോബലൈസേഷൻ നടന്നു കഴിഞ്ഞതിന് ശേഷം സമൂഹത്തിൽ സംഭവിച്ചിട്ടുള്ള ഇമ്പാക്റ്റുകൾക്കുള്ള ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം ഏത് എന്നുള്ളതാണ്. കൾച്ചറൽ എക്സ്ചേഞ്ച് ആൻഡ് ആക്സസ് ടു ഡൈവേഴ്സ് പെർസ്പെക്റ്റീവ്സ് എന്നുള്ളതാണ്. കൾച്ചറൽ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാംസ്കാരികപരമായിട്ടുള്ള പല രീതിയിലുള്ള മാറ്റങ്ങളും കൈമാറ്റങ്ങളും നടത്താറുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള കാഴ്ചപ്പാട്, വൈവിധ്യമാർന്നുള്ള കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാനും അത് നമുക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ മീഡിയ ഗ്ലോബലൈസേഷനോട് സാധിക്കുന്നുണ്ട്. അടുത്തത് വിച്ച് ടൈപ്പ് ഓഫ് പ്രൊപ്പഗാൻഡ ഇൻവോൾവ്സ് സ്പ്രെഡിങ് ലൈസ് ഓർ ഫാൾസ് ഇൻഫർമേഷൻ? ഏത് തരത്തിലുള്ള പ്രൊപ്പഗാൻഡയാണ് തെറ്റായിട്ടുള്ള അല്ലെങ്കിൽ നുണകളൊക്കെ പ്രചരിപ്പിക്കുന്നത്? അതിനെ ബ്ലാക്ക് പ്രൊപ്പഗാൻഡ എന്നാണ് വിളിക്കാറുള്ളത്. അൺഎത്തിക്കൽ ആയിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡയാണ് ബ്ലാക്ക് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഫങ്ഷൻസ് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ. മാസ് കമ്മ്യൂണിക്കേഷന്റെ 2 ഫംഗ്ഷനുകൾ എഴുതുക. ഇൻഫർമേഷൻ ഡിസിമിനേഷൻ എന്നുള്ളത് ഒരു പോയിന്റ് ആക്കി നിങ്ങൾക്ക് എഴുതാം, അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് എന്ന് പറയുന്നത് ഒരു പോയിന്റ് ആക്കി നിങ്ങൾക്ക് എഴുതാം. അതുപോലെ തന്നെ സർവൈലൻസ്, കോറിലേഷൻ, എന്റർടൈൻമെന്റ്, പെർസ്യൂഷൻ, സോഷ്യൽ മൂവ്മെന്റ്, ഇൻഫർമേഷൻ തുടങ്ങിയിട്ടുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് എന്ത് എഴുതാം? മാസ് കമ്മ്യൂണിക്കേഷൻ ഫങ്ഷൻസ് ആയിട്ട് എഴുതാവുന്നതാണ്. അടുത്തത് വിച്ച് ഇന്റർനാഷണൽ സോഷ്യൽ മീഡിയ ഹാസ് ബീൻ ബാൻഡ് ഇൻ ഇന്ത്യ ഫോർ റിസ്കിംഗ് ദ പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി ഓഫ് ഇറ്റ്സ് യൂസേഴ്സ് എന്നുള്ളതാണ്. അതായത് യൂസേഴ്സിന് അവരുടെ പ്രൈവസി മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ബാൻ ചെയ്യപ്പെട്ടിട്ടുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ടിക്ടോക്ക് ആണ് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. 2020 ജൂൺ 29 തീയതിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് അത് ബാൻ ചെയ്യുന്നത് കേട്ടോ. അപ്പോ ഇന്ത്യക്കാരുടെ മായിട്ട് ചൈനക്കാർക്ക് പല രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള നാഷണൽ സെക്യൂരിറ്റി കൺസേൺസും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇത് ബാൻ ചെയ്യപ്പെടുന്നത്. ഓക്കെ, അടുത്തത് അക്കോർഡിംഗ് ടു അരിസ്റ്റോട്ടിൽ വാട്ട് ആർ ദ 3 മെയിൻ ഹെറ്റോറിക്കൽ അപ്പീൽസ് ഇൻ പെർസ്യൂഷൻ? ഇപ്പൊ പ്രധാനമായിട്ട് ഈത്തോസ്, പാത്തോസ്, ലോഗോസ് എന്ന് പറയുന്ന 3 എണ്ണമാണ് ഹെറ്റോറിക്കൽ അപ്പീൽസ് പെർസ്യൂഷനിൽ 3 എണ്ണം. ഈ കാര്യങ്ങളൊക്കെയാണ്. അടുത്ത റൈറ്റ് ആൻ എക്സാമ്പിൾ ഓഫ് എനി ഇലക്ട്രോണിക് മീഡിയം. ഇലക്ട്രോണിക് മീഡിയത്തിന് എക്സാമ്പിൾസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. റേഡിയോ ഇലക്ട്രോണിക് മീഡിയത്തിന് ഒരു എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ ടെലിവിഷൻ, ടെലിഫോണ്, ഗെയിം കൺസോൾസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനൊരു എക്സാമ്പിൾസ് ആണ്. അടുത്തത് വിച്ച് പാരഡിഗം ആർഗ്യൂസ് ദാറ്റ് ഡെവലപ്പിംഗ് കൺട്രീസ് ആർ സ്ട്രക്ചറലി ഡിപ്പെൻഡന്റ് ഓൺ ഡെവലപ്ഡ് കൺട്രീസ്? ഏത് പാരഡിഗമാണ് ഡെവലപ്പിംഗ് കൺട്രീസ് എന്ത് ചെയ്യുന്നത്, ഡെവലപ്ഡ് കൺട്രീസിനെ ഈ എന്ത് ചെയ്യുന്നത്, ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അതിന് ആൻസർ എന്ന് പറയുന്നത് ഡിപ്പെൻഡൻസി തിയറിയാണ് കേട്ടോ. ഇപ്പൊ ഡിപ്പെൻഡൻസി തിയറി പ്രകാരം ഡെവലപ്പിംഗ് കൺട്രീസ് എല്ലാ സമയത്തും ഡെവലപ്ഡ് കൺട്രീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അടുത്തത് 26 ക്വസ്റ്റ്യൻ ആണ്. Which concept of Mahatma Gandhi emphasized the importance of decentralization, self-sufficiency and self-governance? മഹാത്മാഗാന്ധിയുടെ ഏത് കോൺസെപ്റ്റ് ആണ് ഡീസെൻട്രലൈസേഷനെ കുറിച്ച് പറയുന്നത്,
അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻസിയെ കുറിച്ച് പറയുന്നത്, സെൽഫ് ഗവേൺസിനെ കുറിച്ച് പറയുന്നത്. ഗാന്ധിയുടെ സ്വരാജ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ് ഈ 3 കാര്യങ്ങളെ കുറിച്ചും പ്രധാനമായിട്ടും പറയുന്നത്. ഓക്കെ, അടുത്ത 27th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഇൻ 2 പ്രൈമറി ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ ഇൻ സൊസൈറ്റി. മാസ് മീഡിയയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ടുള്ള ഫങ്ഷൻസ് എന്തൊക്കെയാണ്, സൊസൈറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. അല്ല, ആൻസർ എന്ന് പറയുന്നത് സർവൈലൻസ് ആൻഡ് കോറിലേഷൻസ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആൻസർ ആയിട്ട് ഇൻഫോമിങ്, എഡ്യൂക്കേറ്റിംഗ്, എന്റർടൈനിങ് തുടങ്ങിയുള്ള കാര്യങ്ങൾ, ബിൽഡിംഗ് ബ്രാൻഡ് അവയർനെസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനുള്ള എക്സാമ്പിൾ ആക്കി നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അടുത്തത് വാട്ട് ഈസ് ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് അഡ്വർടൈസിങ് എന്നുള്ളതാണ്. ഒരു അഡ്വർടൈസിങ്ങിന്റെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ് എന്നുള്ളതാണ്. പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു പ്രൊമോട്ട് പ്രൊഡക്ട്സ് ഓർ സർവീസ് ആൻഡ് പെർസ്യൂഡ് കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചോ സർവീസിനെ കുറിച്ചിട്ടോ അത് പ്രൊമോട്ട് ചെയ്യുകയും കൺസ്യൂമേഴ്സിനെ പെർസ്യൂ ചെയ്യിപ്പിക്കുക, അല്ലെങ്കിൽ അവർക്ക് എന്താണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ അതിനെ കുറിച്ച് മനസ്സിലാക്കി നൽകുകയും ചെയ്യുന്നതാണ് ഒരു അഡ്വർടൈസ്മെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തത് മെൻഷൻ ഇൻ 2 ടൈപ്സ് ഓഫ് പബ്ലിക് റിലേഷൻസ് എന്നുള്ളതാണ്. അതായത് പ്രധാനപ്പെട്ട പബ്ലിക് റിലേഷൻസ് 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ്? ഇന്റർണൽ PR-ഉം ആൻഡ് മീഡിയ റിലേഷൻസും നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. അതാണ് അതിന്റെ ആൻസേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് വാട്ട് ഈസ് ലാംഗ്വേജ് ബാരിയേഴ്സ് എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഒരു ബാരിയറിന്റെ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലുള്ള ബാരിയേഴ്സ് നമുക്ക് എന്താണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന സമയത്ത് വരുന്ന ബുദ്ധിമുട്ടുകളാണ് ഇത്തരത്തിലുള്ള ബാരിയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ലാംഗ്വേജ് ബാരിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കമ്മ്യൂണിക്കേഷൻ ബാരിയർ അറൈസിങ് ഫ്രം ഡിഫറൻസ് ഇൻ ലാംഗ്വേജ് ഓർ വൊക്കാബുലറി എന്നുള്ളതാണ്. നമ്മളുടെ ലാംഗ്വേജുകളോ അല്ലെങ്കിൽ നമ്മളുടെ പ്രൊനൗൺസിയേഷൻസോ ഡിഫറൻസുകൾ വരുന്ന സമയത്ത് സംഭവിക്കുന്ന ബാരിയേഴ്സിനെയാണ് ലാംഗ്വേജ് ബാരിയേഴ്സ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പാർട്ട് എയിൽ നിന്ന് മുൻ തവണകളായിട്ട് 2 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ, 30 ചോദ്യങ്ങൾ. ഓക്കെ, ഇനി അടുത്തത് സെഷൻ ബി ആണ്. 2 മാർക്കിലുള്ള ചോദ്യങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തെ പ്രിൻസിപ്പിൾസ് ഓഫ് ബ്രെവിറ്റി എന്നുള്ളതാണ്. എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബ്രെവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ കമ്മ്യൂണിക്കേഷനിലെ ഒരു ബ്രെവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് എപ്പോഴും കൺസൈസ് ആൻഡ് പോയിന്റ് ആയിരിക്കണം എന്നുള്ളതാണ്. എല്ലാ സമയത്തും നമ്മൾ എന്താണോ സംസാരിക്കുന്നത് ആ പോയിന്റിൽ മാത്രം ഉറച്ചു നിന്നുകൊണ്ടായിരിക്കണം. അതായത് അൺനെസസറി ആയിട്ടുള്ള ഡീറ്റെയിൽസുകൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് ക്ലിയർ ആയി പറയുക, അതുപോലെ തന്നെ ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആയിരിക്കുക. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ബ്രെവിറ്റി എന്ന് പറയുന്നത്. ഇതൊരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനുള്ള ഒരു എസെൻഷ്യൽ പ്രിൻസിപ്പിളും കൂടിയാണ് ഒരു പ്രിൻസിപ്പിൾസ് ഓഫ് ബ്രെവിറ്റി എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഒപ്പീനിയൻ ലീഡേഴ്സ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്ന ഇൻഡിവിജ്വൽസ് ആയിട്ടുള്ള ആളുകളാണ്. അത് മറ്റുള്ള ആളുകളുടെ ആറ്റിറ്റ്യൂഡ്സിനെയോ ബിഹേവിയേഴ്സിനെയോ ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളെയാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയാം. അവര് എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകളായിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ഏരിയയിൽ ക്രെഡിബിൾ ഉള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് നിൽക്കുന്ന ആളുകളായിരിക്കും. അത്തരത്തിലുള്ള ആളുകൾ മറ്റുള്ള ആളുകളെ സ്വാധീനിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അവരാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇവര് ഒരു 2 സ്റ്റെപ്പ് ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും കൂടുതൽ ക്രൂഷ്യൽ ആയിട്ടുള്ള ആളുകളും കൂടിയാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങളൊരു മൊബൈൽ ഫോൺ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് നിങ്ങൾ യൂട്യൂബിൽ മൊബൈൽ ഫോണിന്റെ എക്സ്പേർട്സിന്റെ റിവ്യൂസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ടാണ് മൊബൈൽ ഫോൺ മേടിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരാണ് ഒപ്പീനിയൻ ലീഡേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മീഡിയ ഫ്രീഡം എന്നുള്ളതാണ്. അതായത് മീഡിയ ഫ്രീഡം എന്ന് പറയുന്നത് ഫ്രീ എക്സ്പ്രഷൻസ് ഉറപ്പുവരുത്തുന്നുണ്ട്, അൺബയാസ്ഡ് ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ഉറപ്പുവരുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഡെമോക്രാറ്റിക്കൽ സൊസൈറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മീഡിയ ഫ്രീഡം നമുക്ക് സാധ്യതകൾ നമുക്ക് തരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മീഡിയാസ് എല്ലാ സമയത്തും ഒരു വാച്ച് ഡോഗ് പോലെയാണ്. അതായത് കറപ്ഷൻസ് നടക്കുന്നുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങൾ, എല്ലാ ഇൻഫർമേഷൻസും പബ്ലിക്കിന് എത്തിച്ചു കൊടുക്കുക തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ഒരു മീഡിയ ഒരു വാച്ച് ഡോഗ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മീഡിയാസിന് ഫ്രീഡം കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലേ ഒരു ഹെൽത്തി ആയിട്ടുള്ള പബ്ലിക് ഡിബേറ്റുകളൊക്കെ നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുകയുള്ളൂ. അടുത്തത് നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി എന്നുള്ളതാണ്. നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഷ്യൽ സ്ട്രക്ചറാണ്. അതായത് ഇൻഡിവിജ്വൽസും അതുപോലെയുള്ള ഓർഗനൈസേഷൻസ് ഒക്കെ ഡിജിറ്റൽ ടെക്നോളജീസ് വഴി കണക്റ്റഡ് ആവുന്നതിനെയാണ് നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി എന്ന് പറയുന്നത്. ഇത് റാപ്പിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഷെയറിങ്ങിനെ, കൊളാബറേഷൻസിനെ, പുതിയ രീതിയിലുള്ള ഇന്നോവേഷൻസിനൊക്കെ സഹായിക്കുന്നുണ്ട്.
അപ്പോൾ ഇത് ഇന്റർനെറ്റിന്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഗ്രോ ചെയ്യിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ്, അതായത് സോഷ്യൽ ഫങ്ഷൻസും അതുപോലെ തന്നെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി സഹായിക്കുന്നുണ്ട്. അടുത്തത് ഇ കൊമേഴ്സ് എന്നുള്ളതാണ്. ഇ കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ത്രൂ ഓൺലൈൻ ആണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ്. നമ്മൾ ഓൺലൈനായിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ സാധനങ്ങൾ മേടിക്കുകയോ വിൽക്കുകയോ ചെയ്യുന്നതിനെയാണ് ഇ കൊമേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അതിന് എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. വലിയ രീതിയിലുള്ള ഗ്ലോബൽ റീച്ചുകളൊക്കെ നമുക്ക് നമ്മളുടെ പ്രൊഡക്റ്റിന് ലഭിക്കാൻ ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അടുത്തത് മീഡിയ ഫറ്റീഗ് എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് ഇപ്പൊ കൂടുതലായിട്ടും ഒരാൾക്ക് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നു, അല്ലെങ്കിൽ മടുപ്പുകൾ തോന്നുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് മീഡിയ ഫറ്റീഗ് എന്ന് പറയുന്നത്. ഇപ്പൊ മീഡിയാസ് അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു താല്പര്യക്കുറവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. നമ്മുടെ അറ്റൻഷൻ സ്പാന് കുറയാം, ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെസ്സുകൾ വരാം, ഡിസ്എൻഗേജ്മെന്റ്സുകൾ വരാം, നമ്മൾ കൂടുതലായിട്ടും മീഡിയാസ് ഉപയോഗിക്കാനുള്ള താല്പര്യങ്ങൾ ഇല്ലാത്ത അവസ്ഥകൾ വരാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് മീഡിയ ഫറ്റീഗ്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തതായിട്ട് 7th ക്വസ്റ്റ്യൻ, ബാഡ് വാഗൻ എഫക്റ്റുകൾ എന്താണ് എന്നുള്ളതാണ്. ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു സംഭവമാണ് ബാഡ് വാഗൻ എഫക്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഇതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആണ്. അതായത് ആളുകൾ കൂടുതലായിട്ടും ഒരു കാര്യം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാനും അത് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ് ബാഡ് വാഗൻ എഫക്റ്റുകൾ എന്ന് പറയുന്നത്. ഇത് ചിലപ്പോൾ നമ്മളുടെ ബിലീഫ്സുകൾ അല്ലെങ്കിൽ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്തുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുകയാണ് എന്ന് പറയുന്ന സിറ്റുവേഷനിലോട്ട് എത്തുന്നത്. അത്തരത്തിലുള്ള ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള എഫക്റ്റ് ആണ് ബാഡ് വാഗൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ട്രാൻസിസ്റ്റർ റേഡിയോ എന്നുള്ളതാണ്. ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അതായത് ആംപ്ലിഫിക്കേഷന് അതുപോലെ തന്നെ സിഗ്നൽ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്ന ചെറിയൊരു പോർട്ടബിൾ റേഡിയോ റിസീവർ ആണ് ഈ ട്രാൻസിസ്റ്റർ റേഡിയോ എന്ന് പറയുന്നത്. ഒരു 20th സെഞ്ചുറിന്റെ ഒരു മിഡ് ടേമിലാണ്, പകുതിയൊക്കെ ആവുന്ന സമയത്താണ് ഇത് കൂടുതലായിട്ടും ജനങ്ങളുടെ ഇടയിൽ കുറച്ചും കൂടി ഫേമസ് ആവുന്നത്. കാരണം ഇതിന്റെ എമൗണ്ട്, ഇതിന്റെ വില, പ്രൈസ് എന്ന് പറയുന്ന എല്ലാ ആളുകൾക്കും കൺവീനിയന്റ് ആവുന്ന രീതിയിൽ മാറുന്നത് ഒരു 20th സെഞ്ചുറിന്റെ ഒരു മിഡിലൊക്കെയാണ്. ഓക്കെ, പിന്നീടാണ് ആളുകൾ കൂടുതലായിട്ട് ഇതിലൂടെ സംഗീതങ്ങൾ, അതായത് മ്യൂസിക്സ് തുടങ്ങിയുള്ള കാര്യങ്ങൾ, ന്യൂസുകൾ കാര്യങ്ങളൊക്കെ കേൾക്കാൻ തുടങ്ങുന്നത്. ഇതാണ് ട്രാൻസിസ്റ്റർ റേഡിയോസ് എന്ന് പറയുന്നത്. അടുത്തത് വാട്ട് ഈസ് കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ് ഇൻ മീഡിയേഷൻസ് എന്നുള്ളതാണ്. ഒരു മീഡിയേഷനിൽ ഒരു കൊളാബറേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ്. അതായത് കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് കണ്ടെത്തുക, ഒരു തർക്കത്തിനുള്ള ഒരു സൊല്യൂഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു കൊളാബറേറ്റീവ് പ്രോബ്ലം സോൾവിങ് ഇൻ മീഡിയേഷൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വേണം, അണ്ടർസ്റ്റാൻഡിങ് വേണം, കോംപ്രമൈസുകൾ കാര്യങ്ങളൊക്കെ വേണം. അടുത്തത്, ഹൗ ക്യാൻ എഡിറ്റോറിയൽ പോളിസീസ് ഇൻഫ്ലുവൻസ് ദ ഓഡിയൻസ് പെർസെപ്ഷൻസ് എന്നുള്ളതാണ്. അതായത് ഒരു എഡിറ്റോറിയൽ പോളിസീസ് എങ്ങനെയാണ് ഓഡിയൻസിന്റെ കാഴ്ചപ്പാടുകളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഒരു എഡിറ്റോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്രത്തിന്റെ വോയിസുകളാണ്. അതായത് അവർക്ക് പത്രത്തിന് എന്താണോ പറയാനുള്ളത്, അഭിപ്രായങ്ങളുള്ളത്, സൊസൈറ്റിയിൽ നടക്കുന്ന ഒരു പ്രശ്നത്തെ കുറിച്ച് എന്താണോ പറയാനുള്ളത്, ആ അഭിപ്രായമാണ് എന്തെന്ന് പറയുന്നത് ഒരു എഡിറ്റോറിയൽ പോളിസികൾ എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു എഡിറ്റോറിയൽ പോളിസിയിൽ ഒരു ന്യൂസ് പേപ്പർ ഒരു പ്രശ്നത്തെ കൃത്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുകയും അതിനെ ഇവാലുവേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ റീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയ രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ, പുതിയ രീതിയിലുള്ള അറിവുകൾ ലഭിക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇങ്ങനെയാണ് എഡിറ്റോറിയൽ പോളിസീസ് എന്ത് ചെയ്യുന്നത്, ഓഡിയൻസിന്റെ പെർസെപ്ഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത 11th ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ് ഇൻ ന്യൂ മീഡിയ എന്നുള്ളതാണ്. ന്യൂ മീഡിയയിൽ UGC അഥവാ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സുകൾ എന്താണ് എന്നുള്ളതാണ്. അതായത് നമുക്ക് ഫോട്ടോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, തുടങ്ങിയ കാര്യങ്ങളെയാണ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ഫോട്ടോസ് എന്ത് ചെയ്യാം, സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളായിട്ട്, ബ്ലോഗുകളായിട്ട്, വീഡിയോസ് ആയിട്ട് നമുക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് തുടങ്ങിയ കാര്യങ്ങളോടൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെയാണ് യൂസർ ജനറേറ്റഡ് കണ്ടന്റ്സ് ഇൻ ന്യൂ മീഡിയ എന്ന് പറയുന്നത്.
അടുത്ത 12th ക്വസ്റ്റ്യൻ ആണ്. പ്രൊപ്പഗാൻഡ എന്നുള്ളതാണ് 12th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. പ്രൊപ്പഗാൻഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്ട്രാറ്റജിയാണ്. അത് ഓഡിയൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് പബ്ലിക് ഒപ്പീനിയൻസ്, അതായത് പ്രത്യേകമായിട്ടുള്ള ഒരു സ്പെസിഫിക് കോഴ്സ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഒരു ഐഡിയോളജി അതിനൊക്കെ സപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കമ്മ്യൂണിക്കേഷന്റെ തന്ത്രമാണ് എന്തെന്ന് പറയുന്നത് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. അപ്പൊ ഇത് കൂടുതലായിട്ടും ബയാസ്ഡ് ആയിരിക്കും, മേ ബി എക്സാജറേറ്റഡ് ആയിരിക്കും, ഫാൾസ് ഇൻഫർമേഷൻസ് വരാം, മാനിപ്പുലേറ്റഡ് ആയിരിക്കും, മാനിപ്പുലേറ്റ് നമ്മളുടെ ഇമോഷൻസ് ബിലീഫ്സിനൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാം, തുടങ്ങിയ കാര്യങ്ങളാണ് പ്രൊപ്പഗാൻഡ എന്ന് പറയുന്നത്. ഗവൺമെന്റ്സ്, അതുപോലെ തന്നെ അഡ്വർടൈസേഴ്സ്, പൊളിറ്റിക്കൽ ഗ്രൂപ്പ്സ്, അതുപോലെ തന്നെ ഇവരൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് പ്രൊപ്പഗാൻഡ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ഡൈസ് ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ എന്നുള്ളതാണ്. ഒരു മാസ് മീഡിയയുടെ ഡൈസ് ഫങ്ഷൻസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ്. അതായത് മാസ് മീഡിയ ഡൈസ് ഫങ്ഷൻസിൽ എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് മിസ് ഇൻഫർമേഷൻസ്, പ്രൊമോട്ടിംഗ് സ്റ്റീരിയോ ടൈപ്സ് ആൻഡ് സെൻസേഷണലൈസിങ് ന്യൂസ് ഫോർ പ്രോഫിറ്റ്. അതായത് ഒരു വാർത്തകൾ ലാഭത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും എന്ത് ചെയ്യുക, പൊലിപ്പിച്ച് കാണിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് മീഡിയസിന്റെ ഡൈസ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മാത്രമല്ല നേരത്തെ നമ്മൾ ക്വസ്റ്റ്യനിൽ പഠിച്ച പോലെ നാർക്കോട്ടൈസിങ് ഡൈസ് ഫങ്ഷൻസ് എഴുതാവുന്നതാണ്. മിസ് ഇൻഫർമേഷൻസ് ആൻഡ് ഫേക്ക് ന്യൂസുകൾ എഴുതാം. എക്സ്പോഷർ ടു വയലൻസ് ആൻഡ് ക്രൈം, പ്രൈവസി കൺസേൺസ്, സൈബർ ബുള്ളിങ്, മെന്റൽ ഹെൽത്ത്, ക്രിയേറ്റിംഗ് ന്യൂസ് തുടങ്ങിയ കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൈസ് ഫങ്ഷൻ ഓഫ് മാസ് മീഡിയ എന്ന് പറയുന്ന ഭാഗത്ത് എഴുതാവുന്നതാണ്. ഓക്കെ, അടുത്തത് റൈറ്റ് എനി 4 ways ടു ഓവർകം കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് എന്നുള്ളതാണ്. അതായത് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, യൂസ് ക്ലിയർ ആൻഡ് സിമ്പിൾ ലാംഗ്വേജ്, അതായത് മനസ്സിലാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ഉപയോഗിക്കുക. ആക്റ്റീവ് ആയിട്ടുള്ള ലിസണിങ് നൽകുക, ഫീഡ്ബാക്ക് അതിന് കൊടുക്കുക. അതുപോലെ തന്നെ വിഷ്വൽ എയ്ഡുകൾ ഉപയോഗിക്കുക, അത് കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഓഡിയൻസിന്റെ ഡൈവേഴ്സിറ്റിയെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. കൾച്ചറൽ ആയിട്ടുള്ള സെൻസിറ്റിവിറ്റി, സാംസ്കാരികപരമായിട്ട് എത്രത്തോളം വ്യത്യാസപ്പെട്ടിരിക്കുന്നുണ്ട് ആളുകൾ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ബാരിയേഴ്സ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ഇനി അടുത്തതായിട്ട് വാട്ട് ഈസ് FM ആൻഡ് AM എന്നുള്ളതാണ്. നമ്മൾ ഓൾറെഡി ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മാർക്കിന്റെ ചോദ്യത്തിന്. FM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി മോഡുലേഷൻ ആണ്. AM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. ഇതൊരു സിഗ്നൽ ട്രാൻസ്മിഷൻ ആണ്. FM എന്ന് പറയുന്നത് കൂടുതലായിട്ടും ബെറ്റർ സൗണ്ട് ക്വാളിറ്റി കിട്ടും. അതുപോലെ തന്നെ AM എന്ന് പറയുന്നത് കുറച്ച് ക്ലിയർ കുറവായിരിക്കും, പക്ഷെ ബോർഡർ റേഞ്ച് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അതായത് കൂടുതൽ സ്ഥലങ്ങളിലോട്ട് ഇത് എത്തിക്കാനും നമുക്ക് സാധിക്കും. ഓക്കെ, അടുത്തത് റൈറ്റ് എനി 4 മെറിറ്റ്സ് ഓഫ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ ഒരു 4 മെറിറ്റുകൾ എഴുതുക എന്നുള്ളതാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഒന്നാമത് എൻഹാൻസ് വെർബൽ കമ്മ്യൂണിക്കേഷൻ ത്രൂ ഗസ്റ്റേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ് എന്നുള്ളതാണ്. അത് വെർബൽ കമ്മ്യൂണിക്കേഷൻസിനെ ഒന്നുകൂടി നമ്മളുടെ ആംഗ്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ചേഷ്ടകൾ, നമ്മളുടെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ട് നമുക്ക് കുറച്ചുകൂടി കൺവേ ചെയ്യിപ്പിക്കാൻ പറ്റും. ഇമോഷൻസ് ഒക്കെ എഫക്റ്റീവായിട്ട് നമ്മളുടെ മുഖത്ത് വരുന്ന ഇമോഷൻസ് ഒക്കെ കൃത്യമായിട്ട് ഒരു കൺവേ ചെയ്യിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ ലാംഗ്വേജുകൾ ഇല്ലെങ്കിലും നമുക്ക് കൃത്യമായിട്ട് യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിങ്ങുള്ള ഒന്നാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ നമ്മളുടെ ലാംഗ്വേജ് അറിയാത്ത, ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ ജോലി ചെയ്യാൻ വന്നിട്ടുള്ള ഒരു ബംഗാളി ആയിട്ടുള്ള ഒരാളോട് നിങ്ങൾക്ക് ആ ഭാഷ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചിട്ടെങ്കിലും അയാളോട് ജോലികൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതാണ് ഇതൊരു യൂണിവേഴ്സൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ സപ്പോർട്ട് ക്വിക്ക് ഫീഡ്ബാക്ക് ആൻഡ് ഇന്ററാക്ഷൻസ് എന്നാവുക. പെട്ടെന്നുള്ള ഫീഡ്ബാക്കുകളും ഇന്ററാക്ഷൻസിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് ഒരു 4 മെറിറ്റുകൾ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന്റെ 4 മെറിറ്റുകൾ എന്ന് പറയുന്നത്. അടുത്തത് ഡിഫൈൻ ഫീഡ്ബാക്ക് എന്നുള്ളതാണ്. ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? is the response or reaction of the receiver to a message എന്നുള്ളതാണ്. അതായത് ഒരു മെസ്സേജിന് ഒരു റിസീവർ നൽകുന്ന റിയാക്ഷൻസിനെയോ റെസ്പോൺസിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ഫീഡ്ബാക്ക് എന്ന് വിളിക്കുന്നത്. ഇതെന്താ ചെയ്യുന്നത്? ഇത് സെൻഡർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് റിസീവർ അത് മനസ്സിലാക്കിയിട്ടുണ്ടോ, എന്താണ് അദ്ദേഹം മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സെൻഡർക്ക് ഇതിലൂടെ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ഒരു ഇന്ററാക്റ്റീവ് കമ്മ്യൂണിക്കേഷനിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്തത് വാട്ട് ഈസ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ പെടുന്ന ആളുകൾ കമ്മ്യൂണിക്കേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇന്റർകൾച്ചറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് ഡൈവേഴ്സ് ആയിട്ടുള്ള വാല്യൂസ്, ബിലീഫ്സുകൾ, കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലുകളിലൊക്കെ ഫോക്കസ് ചെയ്യപ്പെട്ടിരിക്കും. മാത്രമല്ല ഇതൊരു മ്യൂച്വൽ റെസ്പെക്റ്റും അതുപോലെ തന്നെ കൾച്ചറൽ ആയിട്ടുള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങുകളൊക്കെ എന്ത് ചെയ്യും, കുറവ് വരുത്തും. ഓക്കെ, അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് 90th ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പബ്ലിക് സ്ഫെയർ എന്നുള്ളതാണ്. ഒരു പബ്ലിക് സ്ഫെയറിൽ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അതായത് ഇതൊരു ഡോമിനേറ്റഡ് ആയിരിക്കും, പവർഫുൾ ഗ്രൂപ്പുകൾ ഡോമിനേറ്റ് ചെയ്യുന്ന, അതുപോലെ തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള ഈക്വൽ പാർട്ടിസിപ്പേഷൻസ് ഉള്ള ഒന്നായിരിക്കും. അതായത് ഈക്വൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കുകയില്ല, പവർഫുൾ ഗ്രൂപ്പുകളായിരിക്കും ഇത് കൂടുതലായിട്ട് പബ്ലിക് സ്ഫെയറുകൾ എന്ത് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പൊ ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലമാണെന്ന് കരുതുക. അപ്പോൾ അല്ലെങ്കിൽ ഒരു പബ്ലിക് മീറ്റിംഗ് നടക്കുന്ന ഒരു സ്ഥലമാണെന്ന് കരുതുക. ആ പബ്ലിക് മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്ത് അവിടെ ഏറ്റവും പ്രാധാന്യമുള്ള ആളുകളായിരിക്കും, അവർക്ക് വോയിസുകൾ ഉണ്ടായിരിക്കും, അവർ പറയുന്ന കാര്യങ്ങളായിരിക്കും ബാക്കിയുള്ള ആളുകൾ കേൾക്കുക. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത് പബ്ലിക് സ്ഫെയറിനുള്ള ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അപ്പോൾ മാർജിനലൈസ്ഡ് വോയിസുകളെ അല്ലെങ്കിൽ ബയാസ്ഡ് ആയിട്ടുള്ള ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെയാണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യന് റൈറ്റ് ഡെഫിനേഷൻ ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതാണ്. മാസ് കമ്മ്യൂണിക്കേഷന്റെ ഡെഫിനേഷൻ എഴുതുക എന്നുള്ളതാണ്. Mass communication is the process of transmitting information to a large, diverse audience through various media platforms. It includes print, broadcast, and digital media and plays a key role in informing, educating, and entertaining society. അതായത് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. അത് ഇൻഫർമേഷൻസ് ലാർജ് ഓഡിയൻസിലോട്ട് അല്ലെങ്കിൽ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിലോട്ട് എത്തിക്കുന്നു. വേരിയസ് മീഡിയയിലൂടെ, വ്യത്യസ്തമായിട്ടുള്ള മീഡിയയിലൂടെ വലിയ രീതിയിലുള്ള ഓഡിയൻസിലോട്ട് ഓരോ മെസ്സേജുകൾ എത്തിക്കുന്നതിനെയാണ് മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. പ്രിന്റ് മീഡിയ, ബ്രോഡ്കാസ്റ്റ് മീഡിയ, ഡിജിറ്റൽ മീഡിയ ഒക്കെ ഇതിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, മാത്രമല്ല ഇതിന് പ്രധാനപ്പെട്ട കീ റോൾ, പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇൻഫോം ചെയ്യുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, എന്റർടൈൻമെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഒരു മാസ് കമ്മ്യൂണിക്കേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതലകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് പാർട്ട് എ, പാർട്ട് ബി എന്ന് പറയുന്നത്, സെക്ഷൻ എ, സെക്ഷൻ ബി എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ 2 ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ട് മുൻ വർഷങ്ങളിൽ നടന്നുള്ള 2 ചോദ്യ പേപ്പറുകളായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ക്ലാസ്സുകൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. Thank you.